വേദ പറഞ്ഞത് കേട്ട് വിക്രം ഒരു ദിവസം ജോലിക്ക് പോയി അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. എന്നാ വിക്രമിന്റെ കയ്യിൽ ആകെ മുറിവായിരിക്കും. വേദ മരുന്നുമായിട്ട് വിക്രമിന്റെ റൂമിലോട്ട് ചെല്ലാണ്. വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ വിക്രമിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, നീ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല, നീ ഒരു പാവാ. ഇപ്പോഴാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായത്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടാ എന്നൊക്കെ വിക്രമിനോട് തുറന്നങ്ങ് പറയാണ്. അങ്ങനെ പതിയെ വിക്രമിന്റെ കൈ ഇങ്ങനെ എടുത്ത് കയ്യില് ഓയിൽമെന്റ് ഒക്കെ തേച്ചു കൊടുക്കുന്നുണ്ട്. കൈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വേദന കൊണ്ട് വിക്രം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാണ്. നിനക്ക് നല്ല വേദനയുണ്ടല്ലേ, സാരമില്ല, ഈ മരുന്ന് തേച്ച് രാവിലെ ആകുമ്പോഴേക്കും മുറിവൊക്കെ ഉണങ്ങിക്കോളും എന്നൊക്കെ വേദ പറയാണ്. നിനക്ക് കുറച്ച് എടുത്തുചാട്ടവും ദേഷ്യപ്പെടലും കൂടുതലാണ്, അല്ലാതെ നിനക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനും നീയും സെറ്റാവും. പക്ഷേ നിന്റെ ഈ സ്വഭാവമൊക്കെ ആകെ മാറ്റിയെടുക്കണം. അതിനായിരിക്കും ദൈവം നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിലെ താലി കെട്ടിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ കേട്ടില്ലേ, ഇതുപോലെ ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കും. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിന്നെ ഞാൻ നന്നാക്കും. അങ്ങനെ രണ്ട് കൈയിലും വിക്രമിന് മരുന്നൊക്കെ തേച്ചു കൊടുക്കാണ്. എന്നിട്ട് ഒരു വിശറി വെച്ച് വീശി കൊടുക്കുന്നുണ്ട്. കുറേ നേരം വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ പറയുന്നുണ്ട്, എന്നാ ഉറങ്ങിക്കോ ഭർത്താവേ, ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് വേദ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. പിറ്റേ ദിവസം രാവിലെ എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കി എല്ലാവരും നിൽക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് വിക്രം വരുന്നുണ്ട്. വിക്രം എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേന്നിങ്ങനെ നോക്കാണ്. എന്നാ വേദ ഇത് കണ്ട് പറയുന്നുണ്ട്, എന്താ അപ്പൊ ചോദിച്ചാല് ആ ഫോട്ടോ കാണണമെങ്കിൽ ആ ഫോണിങ് തന്നേന്ന്, അതിനിപ്പോ ഇത്ര ജാട പിടിച്ച് നിൽക്കണോ എന്ന് വിക്രമിന്റെ അടുത്ത്. അപ്പോൾ അമ്മ ഫോണുമായിട്ട് വിക്രമിന്റെ അടുത്തോട് ചെല്ലാണ്. മോനെ ഇത് കണ്ടോ, മോൻ വാങ്ങിച്ച ഷർട്ട് ഇട്ടിട്ടാ ഇന്നലെ അച്ഛൻ കിടന്നത്. ആ ഷർട്ട് ഊരിയിട്ട് പോലും ഇല്ല, അതിട്ട് ഉറങ്ങി. ഇപ്പോഴും അച്ഛൻ നല്ല ഉറക്കാ, നല്ല സന്തോഷമായിരുന്നു അച്ഛന്. മോനെന്തായാലും ജോലി ചെയ്ത് അച്ഛനും അമ്മയ്ക്കും ഒരു സാരിയും ഷർട്ടൊക്കെ വാങ്ങി തന്നല്ലോ, അതിൽ അച്ഛൻ എത്രമാത്രം സന്തോഷമാണെന്നറിയോ. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സന്തോഷത്തിന് ഞാൻ എന്ത് വേണേ ചെയ്യും അമ്മേ. എന്നാ മോന് ഈ ഗുണ്ടാപ്പണിയൊക്കെ വിട്, എന്നിട്ട് എന്തെങ്കിലും ജോലിക്ക് പോ, നമുക്കിതൊന്നും വേണ്ടടാ. എന്നാ അത് പറയുമ്പോൾ വിക്രം ഒന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മയാണോ ഇന്നലെ എൻ്റെ കയ്യിൽ മരുന്നിട്ട് തന്നത്? താങ്ക് യു അമ്മേ, ഇന്നേക്ക് നല്ല ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്മ നോക്കുന്നത് വേദയുടെ മുഖത്തോട്ടായിരിക്കും. വേദ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അമ്മയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ആ, ഞാൻ തന്നെയാ മരുന്നിട്ട് തന്നത്. താങ്ക് യു അമ്മേ. ഇത് ഇത്ര പെട്ടെന്ന് ഉണങ്ങാൻ കാരണം എന്താണെന്നറിയോ? അമ്മയുടെ സ്നേഹം കൂടെ ഉണ്ട്, അതുകൊണ്ടാ പെട്ടെന്ന് ഉണങ്ങിയത്. ആ മോനെ എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെയായിരിക്കും പെട്ടെന്ന് വിക്രമിനൊരു കോള് വരുന്നത്. ആ, ഇതാ വരുന്നു എന്നും പറഞ്ഞ് വിക്രം കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് വേദയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ താങ്ക് യു. ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേദ യാത്ര അയക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. വിക്രമിനും വേദയോട് ചെറിയൊരു സ്നേഹം തോന്നാണ്. അങ്ങനെ വണ്ടിയെടുത്ത് വിക്രം പോകുന്നുണ്ട്. പിന്നീട് അമ്മ വന്ന് വേദയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, കുറച്ചിങ്ങ് മാറി നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. അവൻ്റെ ഈ മാറ്റം എനിക്ക് മനസ്സിലായി, മോളാണ് ഇതിന് പിന്നിലെന്ന്. അതെന്താ അമ്മേ? അല്ല, മോൾ ഇന്നലെ കലണ്ടർ നോക്കി പറഞ്ഞല്ലോ എനിക്ക് സമ്മാനം കിട്ടുമെന്ന്. ഞാൻ നോക്കി കലണ്ടറിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ മോൾക്കിത് മുന്നേ അറിയായിരുന്നു അല്ലേ? എന്താ മോളെ അവൻ്റെ അടുത്ത് മോൾ എന്താ പറഞ്ഞത്? മോളെന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ? അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് എൻ്റെ അമ്മയെ പോലെ കണ്ട കാരണാ. എന്നാ പറ, എന്താ ഉണ്ടായത്? ഇന്നലെ എന്താ നീ അവൻ്റെ അടുത്ത് പറഞ്ഞത്? അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വേദ അമ്മയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എൻ്റെ മോനെ മാറ്റിയെടുക്കാൻ മോളെ കൊണ്ട് പറ്റും, അതെനിക്ക് ഉറപ്പാ. അവനിങ്ങനെയൊന്നും അല്ലായിരുന്നു, എങ്ങനെയൊക്കെയോ മാറിപ്പോയതാ. മോളായിട്ട് അവനെ നല്ല രീതിക്ക് കൊണ്ടുവരും, അതുകൊണ്ടാ ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചത്. എന്തായാലും അവൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ വന്ന മാറ്റം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷാ. അതിന് മോളോടാ നന്ദി പറയണ്ടേ. അങ്ങനെ വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. വേദയെ കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മ. വിക്രമിനാണെങ്കിൽ ഇപ്പോൾ വേദയോട് പഴയ ആ ദേഷ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അന്ന് രാത്രിയാണെങ്കിൽ കറണ്ട് ഉണ്ടായിരിക്കില്ല. ചൂട് കാരണം ജനലും ഒക്കെ തുറന്നായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് നല്ല പേടിയായിരിക്കും. അതുകൊണ്ട് വേദ ബെഡ്ഷീറ്റും എടുത്ത് നേരെ വിക്രമിന്റെ റൂമിലോട്ട് വരികയാണ്. വിക്രമാണെങ്കിൽ ചൂടെടുത്ത് ഉറക്കം വരാതെ കിടക്കുകയായിരിക്കും.
വേദി അങ്ങനെ ആ ബെഡ്ഷീറ്റും വിരിച്ച് അതിലങ്ങ് സുഖമായി കിടക്കുകയാണ്. എന്നാ ചോദിക്കുന്നുണ്ട്, നീ എന്താടി നിന്റെ അമ്മ വീട് പോലെ അങ്ങ് വന്ന് വിരിച്ചു കിടക്കുന്നേ? ഇത് എൻ്റെ റൂമാ, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞേ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ റൂമിലല്ലേ കിടക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇത്രയും ദിവസം നീ ആ ഹോളിലല്ലേ കിടന്നത്, നീ അവിടെ തന്നെ പോയി കിടന്നാൽ മതി. ഇന്ന് എനിക്ക് അവിടെ കിടക്കാൻ പേടിയാ. ഇത്രയും ദിവസം അവിടെ കിടന്നിട്ട് ഇന്ന് മാത്രം എന്താ നിനക്ക് ഇത്ര പേടി? ഇന്ന് കറണ്ട് ഇല്ലല്ലോ, ജനലൊക്കെ തുറന്നിട്ടാ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിയാ. വേദയുടെ കയ്യിലാണെങ്കിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാൻ കാണും, ഒരു മിനി ഫാൻ. അപ്പോൾ അത് വെച്ച് വേദ എങ്ങനെ കാറ്റ് കൊള്ളാണ്. ഇത് നോക്കി നിൽക്കുകയാണ് വിക്രം. എന്തേ വേണോ? എനിക്കെന്തിനാ നിന്റെ? എനിക്കൊന്നും വേണ്ട. വേണേ തരാം, ചെറിയ ഫാനാണെങ്കിലും നല്ല കാറ്റാ. ഈ കാറ്റിൽ ഉറങ്ങാനേ നല്ല സുഖ. അപ്പോൾ വേണ്ട അല്ലേ? എനിക്ക് വേണ്ട നിന്റെ ഫാനൊന്നും, ഞാനേ വീശി കിടന്നോളാം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ഫാൻ അവിടെ വെച്ച് വേദ ഉറങ്ങുമായിരിക്കും. എന്നാ വിക്രമിന് ഉറക്കേ വരുന്നുണ്ടായിരിക്കില്ല, അത്രയ്ക്ക് ചൂടായിരിക്കും. വേദയെ ഇങ്ങനെ നോക്കിക്കിടക്കായിരിക്കും. പെട്ടെന്ന് വേദ തിരിയുന്നുണ്ട്. എന്താ നോക്കുന്നേ? ഫാൻ വേണോ? വേണമെങ്കിൽ തരാം. നീ എനിക്ക് കുറച്ച് സമാധാനം തരൂ എന്നും പറഞ്ഞ് വിക്രം കിടക്കുന്നുണ്ട്. വേദ അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്ത് വിക്രമിന് ഉറക്കം വരുന്നില്ല. ആ ഫാൻ കിട്ടിയിരുന്നെങ്കിൽ കാറ്റും കൊണ്ട് ഉറങ്ങായിരുന്നു എന്ന് വിക്രം ചിന്തിക്കുകയാണ്. അങ്ങനെ വേദ ഉറങ്ങിയോ നോക്കാനായിട്ട് വിക്രം വരുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വന്ന് ആ ഫാൻ എടുത്ത് വിക്രം ഇങ്ങനെ കാറ്റുകൊള്ളാണ്. ഹോ, ഈ പിശാചിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം കിട്ടിയല്ലോ, ഇനി സുഖമായിട്ട് ഉറങ്ങാം. അങ്ങനെ ടേബിളിൽ ആ ഫാൻ വെക്കുന്നുണ്ട്. എന്നാൽ വേദ ഉറങ്ങിക്കാണില്ല. വേദ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. വേദ ഇങ്ങനെ കണ്ണും തുറന്ന് വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേദ ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. രാവിലെ തന്നെ പാട്ടും പാടി വേദ അവിടെയൊക്കെ അടിച്ചു വാരാണ്. വിക്രം അപ്പോഴും ഉണർന്നു കാണില്ല. ഇന്നലെ നന്നായി ഉറങ്ങി അല്ലേ? ഉറങ്ങി. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, മുഖത്ത് നല്ല തെളിച്ചോണ്ട് നല്ല പോലെ ഉറങ്ങിയ പോലെ. അങ്ങനെ അല്ല, ഇവിടെ പ്രേതം ഉണ്ടോന്നൊരു സംശയം. പ്രേതോ? നീ ഇവിടെ ഉണ്ടാവുമ്പോൾ ഏത് പ്രേതം ഇങ്ങോട്ട് വരുന്നേ? നീ എന്നെ കളിയാക്കിയതല്ല, ഞാൻ സത്യം പറഞ്ഞതാ. നീ ഒരു പ്രേത, ഒരു വടയക്ഷി. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ എനിക്ക് സമാധാനാവൂ. ഉറപ്പായിട്ടും ഇവിടെ ഒരു പ്രേതമുണ്ട്. അതുകൊണ്ടാ എൻ്റെ ഫാൻ അവിടെ വന്നിരിക്കുന്നേ. ഞാൻ രാവിലെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വെച്ച ഫാൻ അതാ ആ ടേബിളിൽ വന്നിരിക്കുന്നു. ഇത് കാണുമ്പോൾ വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഷോ, ഇവൾ എഴുന്നേക്കുന്നതിന് മുൻപേ അവിടെ തന്നെ കൊണ്ടുവയ്ക്കണമെന്ന് കരുതിയതാ. നാണം കിട്ടല്ലോ. ആലോചിക്കണ്ട, ഞാൻ കണ്ടു ഇന്നലെ എൻ്റെ ഫാൻ എടുക്കുന്നത്. വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ എടുക്കാൻ പാടോ? ഇതിനെയും മോഷണം എന്ന് തന്നെയാ പറയാ. ഞാൻ മോഷ്ടിക്കാനോ? വെറുതെ നീ അതും ഇതൊന്നും പറയണ്ട. ഇതിനെയും മോഷണം എന്ന് തന്നെയാ പറയാ. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മാഷിനോട് പോയി ചോദിക്കാം, ഇത് മോഷണാണോ എന്ന്. വേണ്ട, ആ ഫാൻ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരില്ലേ. ഇങ്ങനെയൊക്കെ എടുക്കണോ? മോശം. ഈ തല ചുമരിൽ പോയി ഇടിക്കാൻ തോന്നുന്നുണ്ടോ ദേഷ്യം കൊണ്ട്? ഇനി കറണ്ട് പോയാലേ ഫാൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കണം, എന്നാ ഞാൻ തരും. അല്ലാതെ എൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കരുത് എന്നും പറഞ്ഞ് വേദ അവിടുന്ന് പോവാണ്. അങ്ങനെ വേദയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രമിനോട് ഇതൊക്കെ ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ വേദയും അതിൽ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുകയാണ്.